ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു അടിപൊളി സിമ്പിളായിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ചക്കക്കുരുവൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരുന്നില്ലേ? എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കക്കുരു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചക്കക്കുരു ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചക്കക്കുരുവൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ലേശം വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിനകത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ചക്കക്കുരുവൊക്കെ കുക്കറിൽ നിന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കിന് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ സവോളയുടെ പകുതിയും വെളുത്തുള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ചെറിയ ഉള്ളി തന്നെ ഇട്ട് നമ്മൾ മെഴുക്കുരട്ടി വെക്കുവാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നുള്ളേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തത്. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മസാലകൾ കൂടിയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഈ രീതിയിലാണോ ചക്കക്കുരുവൊക്കെ മെഴുക്കുരട്ടി വെക്കുന്നത്? അപ്പോൾ കുറച്ച് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളകിനും പച്ചമുളകിനൊക്കെ കുറച്ച് എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ ഒരു ലേശം മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് ഗരം മസാല, ഒരു നുള്ളു ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നേ, അത് വീഡിയോയിൽ വിട്ടുപോയിട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചക്കക്കുരു നമുക്ക് പല ഷേപ്പിൽ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ചക്കക്കുരു എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ചക്കക്കുരുവിന് അകത്തേത് ആ വെള്ളമൊക്കെ വറ്റി നല്ല ഫ്രൈ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റും നല്ല മണമൊക്കെയുള്ള നല്ല രുചിയോട് കൂടിയിട്ടുള്ള നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു അടിപൊളി ചക്കക്കുരു മെഴുക്കുവരട്ടിയെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.